നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുന്നവർക്ക് ഉപദേശത്തിന് നല്ല ഫലം ഉണ്ടാവും. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളട്ടാ, അധികം ചിലക്കണ്ട കേട്ടാ, അധികം ചിലക്കണ്ട കേട്ടാ. നിസ്കാരം മര്യാദയ്ക്ക് നിർവഹിക്കാത്ത മക്കളാണോ ഒരാൾ ഉപദേശിച്ചാലും ഫലം കാണൂല. നിസ്കാരാണ് ആദ്യം. നിസ്കരിക്കുന്ന മോന് വേറെന്ത് അഡിക്ഷനിൽ പെട്ടാലും ഒരു കാലത്ത് കഴിച്ചലാവും, ഒരു കാലത്ത് ഉപരി രക്ഷപ്പെടും. ഇതങ്ങനെ ഉറപ്പാണത്. വയുലയ്യിനുല്ലാഹു ഖൽബഹു, അയാളുടെ ഖൽബ് സോഫ്റ്റായ ഖൽബായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പാകപ്പെട്ട ഖൽബായിരിക്കും. അടുത്തത് വയമുറു അലസ്സിറാത്തി കൽബർഖിൽ ലാമിഅ, മിന്നൽ പിണർ വേഗത്തിൽ അയാൾ സിറാത്ത് പാലത്തിൽ കടന്നു പോകും. ഒരാൾക്ക് കുറേ നന്മയുണ്ട് എങ്കിൽ അയാൾ സിറാത്ത് പാലത്തിൽ വേഗം രക്ഷപ്പെടും. കുറേ തിന്മയുണ്ട്, സിറാത്ത് പാലത്തിൽ നിന്ന് വീഴും. ഇനി ഒരാൾക്ക് നന്മയുണ്ട് തിന്മയുണ്ട്, അയാൾ ആകെ ബേജാറിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കും, എന്താ ബേജാറ്? തിന്മ ഓർക്കുമ്പോൾ കയറാൻ പേടിയാവും, നന്മ ഓർക്കുമ്പോൾ കയറിയാലോ എന്ന് തോന്നുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഏറ്റവും ആത്മാർത്ഥതയോടെ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ സ്ഥലമുണ്ടല്ലോ, പള്ളിയാണെങ്കിൽ പള്ളി, വീടാണെങ്കിൽ വീട്, അത് ഓർമ്മിക്ക്, അത് കൊണ്ടുവരും. എന്നിട്ട് അതിൽ കയറി സിറാത്ത് പാലം തൊടാതെ സ്വർഗത്തേക്ക് പോകാം. അവിടെയും നമ്മളെ രക്ഷപ്പെടുത്തുന്ന നിസ്കാരം തന്നെ.